ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈസ്റ്റേൺ റെയിൽവേയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ടോട്ടൽ 3366 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 8ാം ക്ലാസ് 10ാം ക്ലാസ് ആയിട്ടേ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈസ്റ്റേൺ റെയിൽവേ ആണ് വിവിധ ഡിവിഷനുകളിലേക്ക് 3366ഓളം അപ്രന്റീസ് ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 1/10/2021 വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 4/10/2021 രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 3/11/2021 വരെയാണ്. അപ്പോൾ നവംബർ 11 വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 18/11/2021. അപ്പോൾ ആദ്യം നമ്മൾ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയിലാണ് അപ്രന്റീസ് പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. 3366 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വിവിധ ഡിവിഷനുകളിലേക്കായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഫിറ്റർ, വെൽഡർ, മെക്കാനിക് MB, മെക്കാനിക് ഡീസൽ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, വയർമാൻ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ നിരവധി ഒഴിവുകളാണ് എല്ലാ ഡിവിഷനിലേക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഡിവിഷനിലും വരുന്ന ട്രേഡ് നെയിം, വേക്കൻസി ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഹൗറ ഡിവിഷനിലാണ്. ടോട്ടൽ 659 വേക്കൻസിയാണ് ഹൗറ ഡിവിഷനിൽ വരുന്നത്. അടുത്തത് സിയാൽഡ ഡിവിഷനിലേക്ക് ടോട്ടൽ 1123 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അടുത്തത് അസൻസോൾ ഡിവിഷനിലേക്ക് ടോട്ടൽ 412 വേക്കൻസിയാണ്. മാൾഡ ഡിവിഷൻ 100 വേക്കൻസി, കാഞ്ചർപര ഡിവിഷൻ 190, ലിലുവ വർക്ക്ഷോപ്പിലേക്ക് 204, ജമാൽപൂർ വർക്ക്ഷോപ്പ് 678. ഇങ്ങനെ ടോട്ടൽ 7 ഡിവിഷനിലായിട്ടാണ് 3366 വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 15 മുതൽ മാക്സിമം 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. OBC കാൻഡിഡേറ്റ്സിന് 3ഉം SC/ST കാൻഡിഡേറ്റ്സിന് 5ഉം PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് അവർക്കുള്ള ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ SC/ST PWD വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും 50% മാർക്കിൽ കുറയാതെയുള്ള 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ NCVT അല്ലെങ്കിൽ SCVT അംഗീകരിച്ചിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഷീറ്റ് മെറ്റൽ വർക്കർ, ലൈൻമാൻ, വയർമാൻ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ജനറൽ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത 8ാം ക്ലാസ് പാസും അതോടൊപ്പം NCVT അല്ലെങ്കിൽ SCVT അംഗീകരിച്ചിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ്. ഇനി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്തിരിക്കണം. ഇനി വരുന്നത് ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ ആണ്. അപ്പോൾ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് സെലക്ഷൻ നടത്തുക. അതായത് മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് വേണ്ട ട്രേഡിലേക്ക് 10ാം ക്ലാസ് മാർക്കിന്റെയും ITI മാർക്കിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് വേണ്ട ട്രേഡിലേക്ക് 8ാം ക്ലാസിന്റെയും ITI ലഭിച്ച മാർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.rrcer.com എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെന്റേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാനഡ് ഫോട്ടോഗ്രാഫ്സ്, സ്കാനഡ് സിഗ്നേച്ചർ ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, 8ാം ക്ലാസിന്റെയും 10ാം ക്ലാസിന്റെയും മാർക്ക് ഷീറ്റ്, അത് PDF ഫോർമാറ്റിൽ അയക്കണം. ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/ST OBC EWS കാൻഡിഡേറ്റ്സിനാണത്. PWD കാൻഡിഡേറ്റ്സിന് അവരുടേതായ സർട്ടിഫിക്കറ്റ്. ഇത്രയും കൂടി ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 4ാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു യൂണിറ്റിലേക്ക് മാത്രമാണ് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.